മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ശ്രീജിത്ത് പണിക്കർ മുങ്ങിയോ, ശ്രീജിത്ത് പണിക്കരെ കാണാനില്ലയോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടത്തുന്നുണ്ട്. ഓൺലൈൻ മീഡിയാസിലൊക്കെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെതിരെ കേസും നടപടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ശ്രീജിത്ത് പണിക്കർ മുങ്ങിയോ എന്ന പ്രചരണം നടക്കുന്നത് അത്തരം സകല സുഡാപ്പികളോടും അത്തരം സകല ഇടതുപക്ഷ ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു ആളല്ല, അല്ലെങ്കിൽ നിങ്ങളൊക്കെ കരുതുന്നത് പോലെയുള്ളൊരു രാഹുൽ ഈശ്വർ അല്ല ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്നത്. ഏതൊരു വിഷയത്തെക്കുറിച്ചും കൃത്യമായിട്ട് പഠനങ്ങൾ നടത്തി പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ രാജ്യത്തെ നിയമങ്ങൾ കൃത്യമായിട്ട് വ്യക്തവുമായിട്ട് മനസ്സിലാക്കി ഈ രാജ്യത്തെ നിയമങ്ങൾക്കുള്ളിൽ നിന്ന് കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്നത്. ഈ മുങ്ങിയോ എന്ന വാർത്തയൊക്കെ പ്രചരിച്ചതോട് കൂടിയിട്ട് അദ്ദേഹം തന്നെ രംഗത്തെത്തിയിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് കൃത്യമായിട്ട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾ ദിലീപ് കേസിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നുണ്ട്. അത്തരം പരാതികളെ കുറിച്ചൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത്, ദിലീപ് കേസിന്റെ വിധി കോടതി പുറത്ത് വിട്ടിട്ടുള്ള വിധിയാണ്. അതാണ് അദ്ദേഹം പരിഭാഷപ്പെടുത്തി വിശകലനം നടത്തുന്നത്. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഈ ഇന്ത്യ രാജ്യത്തുണ്ട്. അതിന്റെ പേരിലൊന്നും ഇദ്ദേഹത്തെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കൂല, ഇദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനൊന്നും സാധിക്കൂല. ഇതൊന്നുമല്ല വിഷയം, ഇതൊരു ദിലീപ് കേസോ ഒന്നുമല്ല വിഷയം. ഇത് വളരെ വ്യക്തമാണ്. നമ്മുടെ കേരളത്തില് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതല് ഒരു വലിയ അജണ്ട ഉണ്ടായിരുന്നു അംബേദ്കറുമായി ബന്ധപ്പെട്ട്. അത് തച്ചൊടച്ചതിന്റെ ക്ഷീണം മാറ്റാന്, അത് തച്ചൊടച്ചതിന്റെ വൈരാഗ്യം തീർക്കാനാണ് ഇദ്ദേഹത്തിന്റെ പിറകെ ഇപ്പോ സകല സുഡാപ്പികളും സകല കമ്മികളൊക്കെ തന്നെ പിന്നാലെ നടക്കുന്നത്. ഇവിടെ വേടൻ മുതല് അംബേദ്കറെ പൊക്കിപ്പിടിച്ച് വലിയ രീതിയിലുള്ള വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഇവിടെ പ്രചരണം നടത്തുകയായിരുന്നു. ശ്രീജിത്ത് പണിക്കർ ഓർത്തൂസ് പ്രോഗ്രാമിൽ ഇരുന്നു കൊണ്ടൊരു പ്രഖ്യാപനം, ഒരു യാഥാർത്ഥ്യം തെളിവ് നിരത്തി അങ്ങ് പറഞ്ഞതോട് കൂടിയിട്ടേ പിന്നെ ഒരു വേടനെയും പിന്നെ ഒരു ഇടതുപക്ഷക്കാരെയും പിന്നെ ഒരു സുഡാപ്പികളെയും അംബേദ്കറെയും പൊക്കിപ്പിടിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടേയില്ല. സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ നമ്മുടെ കേരളത്തിൽ പൊക്കിപ്പിടിച്ച് നടക്കായിരുന്നു അംബേദ്കറെ. യഥാർത്ഥത്തിൽ അംബേദ്കറെ ഉയർത്തിപ്പിടിക്കുന്നത് ആരാണ്? അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ളതും, അതേപോലെ തന്നെ ഇവിടെയുള്ള ഇടതുപക്ഷവും സുഡാപ്പികളും പൊക്കിപ്പിടിക്കുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് അതിന്റെ ജാതീയതയ്ക്കെതിരെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് പൊക്കിപ്പിടിച്ച് നടക്കുന്നത്. അതേസമയം ഇതേ അംബേദ്കർ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ ആരെങ്കിലും ഒരക്ഷരം പറയുമോ? എന്നിട്ട് എടുത്തു പറയുന്നുണ്ട് അംബേദ്കർ പറഞ്ഞ വിഷയത്തെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അംബേദ്കർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബുർക്ക ധരിച്ച് മുസ്ലിം സ്ത്രീകൾ ഇന്ത്യൻ തെരുവുകളിലൂടെ നടക്കുന്നത് അങ്ങേയറ്റം അറപ്പുളവാക്കുന്നതാണ് എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിവുകൾ നിരത്തി ശ്രീജിത്ത് പണിക്കർ അങ്ങ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം എണ്ണി പറഞ്ഞു മുത്തലാഖ്, അതേപോലെ തന്നെ പർദ്ദയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അതേപോലെ തന്നെ ഏക സിവിൽ കോഡ്, ഇങ്ങനെ എണ്ണി അതേപോലെ ഇദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് യഥാർത്ഥത്തിൽ ആരാണ് മുന്നോട്ട് വെക്കുന്നത്? അതേപോലെ സുഡാപ്പികൾ എന്തുകൊണ്ട്, അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം, സുഡാപ്പികൾ യശീപ്പെ ഒക്കെ അംബേദ്കറെയും പൊക്കിപ്പിടിച്ച് നടക്കലുണ്ട്. ഇതൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇടതുപക്ഷം പൊക്കിപ്പിടിക്കാൻ ഇപ്പൊ ഒരു ജാള്യതയിലേക്ക് ശ്രീജിത്ത് പണിക്കർ എത്തിച്ചിട്ടുണ്ട്. ഇത് എന്താക്കും? ഇതിപ്പോ കുടുങ്ങിയിട്ടുണ്ട്. ഇത് ജാതീയതക്കെതിരെ മാത്രം സംസാരിക്കുന്നു എന്ന് കരുതിയ ഒരുപാട് ആളുകൾ ആവേശം കൊണ്ടിരുന്നത് അതിനേക്കാൾ ഒരു പടി മുകളിൽ നിന്ന്, അതായത് ഹിന്ദു മതത്തെ എങ്ങനെ വിമർശിച്ചോ അതിനേക്കാൾ ഒരു പടി മുകളിൽ നിന്ന് മുസ്ലിം, അതായത് ഇസ്ലാം അതുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന അംബേദ്കർ വിമർശിച്ചിട്ടുണ്ട്. ഇത് കേട്ടതോട് കൂടിയിട്ട് കേരളത്തില് സകല സുഡാപ്പികളും സകല ഇടതുപക്ഷ ആളുകളൊക്കെ പച്ച ഇറച്ചി കടിച്ചതുപോലെ ആയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതിന് ഒരു ചെറിയൊരു ഭാഗം ഇവിടെ കൊടുക്കാം. ഇതൊക്കെ കേട്ടത് കൊണ്ടായിരിക്കില്ലേ, ഇതൊക്കെ കേട്ടത് കൊണ്ട് തന്നെയാണ് ശ്രീജിത്ത് പണിക്കരൊക്കെ വേട്ടയാണ്. ഞാനൊരു ചെറിയ ഭാഗം ഇവിടെ കൊടുക്കാം. അദ്ദേഹം പറഞ്ഞത് കേരളത്തില് ഒരുപാട് കാലമായിരുന്ന ഒരു അജണ്ട അങ്ങ് പൊളിച്ചെറിഞ്ഞതിന്റെ ദേഷ്യമാണിപ്പോ ശ്രീജിത്ത് പണിക്കർ പിന്നാലെ ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. അതൊന്നും ഇവിടെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ.
നമ്മൾ അംബേദ്കറുടെ അഭിപ്രായങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഭാഗത്തിനെ മാത്രം നമ്മൾ ചർച്ച ചെയ്യുകയും അദ്ദേഹം മറ്റു മതങ്ങളെ വിമർശിച്ചിരിക്കുന്നതിനെ കുറിച്ചോ അവരുടെ മതപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ കുറിച്ചോ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചോ ഒരു തരത്തിലും ചർച്ച ചെയ്യാൻ പോലും ആധുനിക സമൂഹത്തിൽ പലരും ശ്രമിക്കുന്നില്ല എന്നുള്ളത് എന്റെ ഒരു വിമർശനമാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ പല നയങ്ങളും നിലപാടുകളും പിൽക്കാലത്ത് നടപ്പാക്കിയത് നിങ്ങൾ യോജിക്കുന്ന രാഷ്ട്രീയമുള്ള ഒരു പാർട്ടിയാണോ, ഭരണം കൈകാളുന്ന ഗവൺമെന്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ആർട്ടിക്കിൾ 370 കൊണ്ടുവരുന്ന സമയത്ത് അത് 306A ആണ്. അത് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് അംബേദ്കർ അല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗോപാലസ്വാമി അയ്യങ്കാരാണ്. അതിനോട് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്തായിരുന്നു? കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നാണോ, കാശ്മീരിന് സവിശേഷ അധികാരം നൽകണമെന്നാണോ? അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരുന്ന അഭിപ്രായത്തിനെ കുറിച്ച് പലരും എഴുതിയിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായിട്ട് സർദാർ പട്ടേലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, വോളിയംസ്. അപ്പോൾ കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യത്തിനുള്ളിൽ മറ്റൊരു സ്വയംഭരണ പ്രദേശം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞിരുന്ന അംബേദ്കറിന്റെ ആ നിലപാടുകളെ BJP നടപ്പാക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ എത്ര അംബേദ്കറൈറ്റുകൾ അതിനെ കൈയടിച്ചു എന്നുള്ളതാണ് എന്റെ ചോദ്യം. യൂണിഫോം സിവിൽ കോഡ്, ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഹിന്ദു കോഡ് ബിൽ കൊണ്ടുവന്നതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സിവിലിയൻ നിയമങ്ങൾ ഒന്നായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം ഉണ്ടാവുകയും നിയമങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുകയും അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാക്കുകയും ചെയ്ത അംബേദ്കർ യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന് പറഞ്ഞപ്പോ ഇന്നത്തെ അംബേദ്കറൈറ്റുകൾ പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് വേണമെന്നാണോ വേണ്ടെന്നാണോ? കാസ്റ്റ് സെൻസസ്, ഷെഡ്യൂൾഡ് കാസ്റ്റുകളുടെയും ഷെഡ്യൂൾഡ് ട്രൈബുകളുടെയും എന്യൂമറേഷനാണ് സെൻസസിനോടൊപ്പം നടക്കേണ്ടത്, മറ്റുള്ള ജാതികൾ എന്യൂമറേറ്റ് ചെയ്യപ്പെടേണ്ടതല്ല എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞപ്പോ ഇന്നത്തെ അംബേദ്കറൈറ്റുകൾ ജാതി സെൻസസ് വേണം എന്ന് പറയുന്ന പക്ഷത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പീഡനം അനുഭവിക്കുന്ന ദളിതരുൾപ്പെടെയുള്ള ഹിന്ദുക്കൾ അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ വന്നാൽ നമ്മൾ അവരെ ഓപ്പൺ ഹാൻഡ്സോടുകൂടി സ്വീകരിക്കണം, അവരെ ഉൾക്കൊള്ളണം, അവർക്ക് നമ്മൾ പൗരത്വം കൊടുക്കണം എന്ന് പറഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമം വരുന്ന സമയത്ത് അംബേദ്കറൈറ്റുകൾ അതിനെ എതിർക്കുന്നതാണ് ഞാൻ കാണുന്നത്. മുത്തലാഖ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യരഹിതയായ സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീയാണ് എന്ന് അഭിപ്രായം പുസ്തകത്തിൽ എഴുതിയ ആളാണ് അംബേദ്കർ. അതിന്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങളായിട്ട് ഒന്ന് ഫർദയും മറ്റൊന്ന് അവരനുഭവിക്കുന്ന സ്ലേവറിയാണ് എന്ന് പറയുന്നുണ്ട്. ഒന്നിലധികം ഭാര്യമാരുള്ള അങ്ങനെയുള്ള ഒരു ഭർത്താവിനോടൊപ്പം ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പോളിഗാമി എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും പ്രതികൂലകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് ഒരു മുസ്ലിം സ്ത്രീയെ ഒരു തരത്തിലും സഹായിക്കുന്നില്ല. ഒരു മുസ്ലിം പുരുഷൻ ഏകപക്ഷീയമായി എന്ത് കാരണമുണ്ടെങ്കിലും കാരണമില്ലെങ്കിലും 3 തവണ തലാക്ക് പറഞ്ഞ് അവളെ ഒഴിവാക്കാം എന്ന് വന്നു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ ഡിസ്ക്രിമിനേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞയാളാണ് അംബേദ്കർ. പക്ഷെ മുത്തലാഖ് നിരോധന നിയമം കൊണ്ടുവന്നപ്പോ അംബേദ്കറൈറ്റുകൾ ഏത് പക്ഷത്തായിരുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ എന്റെ ആദ്യ സെഷൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, അംബേദ്കറിനെ എങ്ങനെ വായിക്കാം എന്നത് അംബേദ്കറൈറ്റുകൾ ചിന്തിക്കണം എന്നാണ്. നിങ്ങൾ കേട്ടില്ലേ? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞതല്ല, മറിച്ച് അംബേദ്കർ എന്തൊക്കെ ഉയർത്തിപ്പിടിച്ചിരുന്നു എന്നുള്ളത് തെളിവ് സഹിതം അങ്ങ് നിരത്തി വെച്ചിട്ടുള്ളതാ. അതായത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് ജാതീയതക്കെതിരെ എങ്ങനെ സംസാരിച്ചോ അതിനേക്കാൾ 1-2 പടി അധികം മുന്നിൽ നിന്നുകൊണ്ട് മറ്റു മതവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അംബേദ്കറുകളെ എന്ന് പറഞ്ഞ് നടക്കുന്നവർ അതൊക്കെ അംഗീകരിക്കുകയോ എന്നൊരു ഒറ്റ ചോദ്യം ചോദിച്ചതേ ഓർമ്മയുള്ളൂ. യഥാർത്ഥത്തിൽ BJP ആണ് അംബേദ്കർ ഉയർത്തിപ്പിടിക്കുന്ന ഈ പറയുന്ന ഏക സിവിൽ കോഡ്, അതേപോലെ തന്നെ മുത്തലാഖ്, പൗരത്വം, ഇതൊക്കെ യഥാർത്ഥത്തിൽ BJP ആണ് ഉയർത്തിപ്പിടിക്കുന്നത്. അത് കേരളത്തിലെ അംബേദ്കർ ഇതിനെയൊക്കെ എതിർക്കുന്നു. ഇങ്ങനെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അങ്ങ് നിരത്തിയതോട് കൂടിയിട്ട് സകല അംബേദ്കർ, അതായത് വേടൻ മുതൽ സകല ഇടതുപക്ഷ ആളുകള്, സുഡാപ്പികൾ മുതൽ സകല തീവ്ര ചിന്താഗതിക്കാരും അന്ന് മുതൽ ശ്രീജിത്ത് പണിക്കരുടെ പിന്നാലെയുണ്ട്. അല്ലാതെ ദിലീപ് വിഷയമൊന്നല്ല. ഈ അംബേദ്കറുകളെ അങ്ങ്
പൊളിച്ചടക്കിയതോട് കൂടിയിട്ട് കേരളത്തിൽ ഇപ്പോ ഇടത് സർക്കാർ പോലും ഇദ്ദേഹത്തെ പൂട്ടാൻ വലിയ ശ്രമം നടത്തുന്നുണ്ട്. സുഡാപ്പികളുടെ ആവശ്യപ്രകാരം, സുഡാപ്പികളുടെ ആഗ്രഹത്തിന് അനുസരിച്ചുകൊണ്ട് ഇത്തരം ആഗ്രഹമുള്ള സകലരോടും പറയാനുള്ളത്, ശ്രീജിത്ത് പണിക്കരെ ഒന്നും തൊടാൻ നിങ്ങളെ കൊണ്ടൊന്നും ആവില്ല. അദ്ദേഹം നിയമങ്ങൾക്കനുസരിച്ച് നിയമത്തിനുള്ളിൽ നിന്ന് കൃത്യമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ആളാണ് എന്നുള്ളതും സകല ഇത്തരം ആളുകളും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.